പട്ടിണി മാറുമോ എന്നൊരു ചോദ്യം സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു ഉപഭോക്താവും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പോസ്റ്റാണ്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന് 3-ാം ടൈം പൂർത്തിയാക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശതമാനം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് SBIയുടെ റിപ്പോർട്ട്. അതിൽ പറയുന്നു 2011-12 കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടമാണ്, 2011-12 കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ശതമാനക്കണക്ക് 25.7% ദാരിദ്ര്യമെങ്കിൽ 2023-24 എത്തുമ്പോഴേക്കും 4.86% കുറഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തിലാണത് കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാജ്യത്തിൻ്റെ ഒരു ദാരിദ്ര്യത്തിൻ്റെ കണക്ക് പഴയ കണക്കും കൂടി പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കിലെ വ്യത്യാസം മനസ്സിലാകുന്നത്. 2004-2005 37.27%. 2011-12 ആയപ്പോഴേക്കും അത് 21.19% കുറഞ്ഞു. ഇപ്പോൾ അതായത് 2023-24 അത് 4.86% കുറഞ്ഞിരിക്കുന്നു ദാരിദ്ര്യം ഉള്ളവരുടെ ശതമാന കണക്ക്. അതെന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ അളവ് കുറഞ്ഞു എന്ന് ഉള്ള ആ റിപ്പോർട്ടിൽ പറയുന്നു. സബ്സിഡികളും അതുപോലെ തന്നെ സർക്കാർ സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം തന്നെ നേരിട്ട് ജനങ്ങളിലേക്കും ഇടനിലക്കാരിലേക്കും എത്തിയതോടുകൂടിയാണ് ഈ പറയുന്ന ദാരിദ്ര്യത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത്. ഡയറക്റ്റ് ബെനിഫിറ്റ് എന്നൊരു സമ്പ്രദായം നരേന്ദ്രമോദി വന്നതിന് ശേഷം കൊണ്ടുവന്നിരുന്നു. കാരണം ഈ കാർഷിക സഹായങ്ങളായാലും പെൻഷനായാലും ഒക്കെ തന്നെ ഡയറക്റ്റ് അവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്കായിരുന്നു എല്ലാം മാറ്റിയിരുന്നത്. ഇനി വരാനിരിക്കുന്ന കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളിലേക്കും കേന്ദ്ര വിഹിതം നേരിട്ട് എത്തിക്കുന്നതിനുള്ള പണിപ്പുരയിലാണ് കേന്ദ്രമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഡയറക്റ്റ് ബെനിഫിറ്റ് സമ്പ്രദായത്തിലൂടെ ജനങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെ സാമ്പത്തിക സഹായമൊക്കെ എത്തിയതോടുകൂടിയാണ് ഈ ഒരു വലിയ വ്യത്യാസം കാണാൻ കഴിഞ്ഞത്. നഗരങ്ങളിലെ ദാരിദ്ര്യം കുറയുന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു ഈ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറഞ്ഞത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതായി, അത് നഗരവൽക്കരിക്കപ്പെട്ടു, നഗരങ്ങളായി മാറി. അവിടെ എടുത്ത സമയത്തിനേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഈ ദാരിദ്ര്യത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്നത്. 2011-12 ഗ്രാമ നഗര അന്തരം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2011-12 83.9% ഗ്രാമീണരും നഗരങ്ങളും തമ്മിലുള്ള ആ ഉപഭോഗ സംസ്കാരം അല്ലെങ്കിൽ ആ ഉപഭോഗത്തിൻ്റെ അന്തരം. എന്നാൽ 2022-23 ആകുമ്പോൾ അത് 71.2% മാറുന്നു. 23-24 അതായത് 2023-24 ആകുമ്പോഴേക്കും അത് 69.7% മാറുകയാണ്. അതായത് അന്തരം കുറഞ്ഞു വരുന്നു, നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പട്ടിണി മാറിയോ എന്ന ചോദ്യത്തിന് പട്ടിണി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് ഈ 4.86% വളരെ ചെറിയ ഒരു ശതമാനമായിട്ട് തന്നെ നമ്മൾ കാണണം. അതൊക്കെ ഉടൻ സംഭവിക്കുമോ എന്ന് നാം നെറ്റി ചുളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുകൂടി ഓർക്കണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.